നമ്മുടെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ തലേന്ന് ഞാൻ ഈ മേളിലാണല്ലോ കിടന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ വിളിച്ചുകൊണ്ട് പോകാൻ ആരൊക്കെയാണ് വരുന്നത് ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നതൊക്കെ കിടപ്പുണ്ടായിരുന്നല്ലോ. അത് ഞാനും ശാലിയും കൂടെ പിന്നെ ഇതാ അടുക്കിപ്പറക്കിയൊക്കെ വെച്ചു. ഇപ്പോൾ ഇറങ്ങി പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്നും കൊണ്ടുപോകുന്നില്ല. തിരിച്ച് ശാലു വന്ന് എല്ലാം വാരി കെട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഇറങ്ങി പോകുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞിന് കാലിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇത്രയും സ്റ്റെപ്പ് കയറി വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം കൊണ്ട് ഇതാ അവിടെ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞ് മാത്രമല്ല കേട്ടോ, അമ്മയും ഉണ്ട് അവിടെ. ഓ ശരിക്കും കഴിഞ്ഞ പിന്നെ നമുക്ക് പരാതി പറയാം. തോന്നില്ല പിള്ളേര്. ഞാൻ ചോദിക്കാൻ തുപ്പണോ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഉറങ്ങിയതേ ഇല്ലടിയുന്നുണ്ട്. അവിടെ ഉറങ്ങാനേ പറ്റുന്നില്ല കേട്ടോ. രണ്ട് സൈഡിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുമായിരുന്നു. അതിനകത്ത് ബെഡ്ഷീറ്റിനകത്ത്. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിൻ്റെ ആ ഒരു രീതിയിലൊന്നും നടന്നില്ലെങ്കിലും നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ വഴിയെ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. പിന്നെ അമ്മ ഇന്ന് മുഖത്തല അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. ഇന്നലെ ആയിരുന്നല്ലോ നമ്മുടെ ചടങ്ങ്. പക്ഷേ പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടായിരുന്നു. ഇന്നലെ തന്നെ തീരെ വയ്യായിരുന്നു. കാരണം എല്ലാവരും നമുക്ക് ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും അങ്ങ് പോയിട്ടുണ്ടായിരുന്നല്ലോ. പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ വേറെ ആരുമില്ല. പാത്രങ്ങൾ കഴുകാനും എടുക്കാനും തൂക്കാനും വരാനും ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് ജോലി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിള്ളേരായാലും അങ്ങ് ആകെ ക്ഷീണിച്ച് ശാലുവും ഞാനും കുഞ്ഞിനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഫുഡ് കൊണ്ടുവന്ന പാത്രങ്ങളായാലും എല്ലാം കിടക്കുകയായിരുന്നു കേട്ടോ. ഓരോ ജോലി ഒതുക്കാനും പിന്നെ കസാരയും ടേബിളും ഒക്കെ അടുക്കി എടുക്കാനും എല്ലാത്തിനും ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങ് മേളിൽ കയറി പോയല്ലോ. എന്നെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി. രാത്രിയിൽ അമ്മയും കുഞ്ഞിനും താഴെ കിടക്കാം, ഞാനും സംഗിയും ശാലുവും കൂടെ മുകളിൽ കിടക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ മുകളിൽ ഞാനും ശാലുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംഗി പറഞ്ഞു അമ്മയ്ക്ക് തീരെ വയ്യടി, അതുകൊണ്ട് ഞാൻ അവിടെ കിടക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലെങ്ങാനും പോകണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സംഗി അമ്മയുടെ കൂട്ടത്തിൽ കിടന്നു. അവൾക്കും തീരെ വയ്യ. തലേന്നൊക്കെ ആ വീഡിയോ കാണുമ്പോൾ അറിയാം, രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് തീരെ വയ്യാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് അവളുമാരൊക്കെ കിടന്നല്ലേ ഓടിക്കൊണ്ടിരുന്നത്. വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നല്ലോ. എന്തായാലും പരിപാടിയൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇനി ഒതുക്കാനും പറക്കാനും ഒക്കെ ഒരുപാട് കിടപ്പുണ്ട്. നല്ല ജോലി ഉണ്ട് കേട്ടോ. ആർക്കും വയ്യ. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു പതുക്കെ ചെയ്താൽ മതി, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ, അപ്പോൾ നമുക്ക് ആവതുള്ളപ്പം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പതുക്കെ ഈ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഓരോന്നൊക്കെ ഒതുക്കാനും എടുക്കാനൊക്കെ ഉണ്ട്. ഗസ്റ്റുകളൊക്കെ വരുമ്പം തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി മൊത്തത്തിൽ ഒന്ന് ഒതുക്കി പറക്കെങ്കിലേ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം ഞങ്ങൾ എഴുന്നേറ്റിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ കിടക്കായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ഇന്നലെ രാത്രിയിലെ കാര്യമാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കണ്ണിന് നല്ല ബുദ്ധിമുട്ട്, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ വീട് മാറി കിടന്നുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നതേ ഉണ്ടായിരുന്നു. രാവിലെ ശാലു വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് തുണികളും കാര്യങ്ങളും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അവളും കാസർഗോഡ് പോവുകയാണല്ലോ. സംഗീ ശാലു ഒരേ ദിവസമാണ് പോകുന്നത്. അതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഉണ്ട് കേട്ടോ. അന്നേരം അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും ഒക്കെ ഇനി കുറച്ച് ഞാൻ കൊണ്ടുവന്നു. ഇനി ബാക്കിയും കൂടെ തുണികളൊക്കെ അവിടെ കിടപ്പുണ്ട്. അതും കൂടെ എടുത്തുകൊണ്ട് വരാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തമിഴ് അറിയാമോ ചാ? എനിക്ക് തമിഴ് അറിയാമോ? നീ ഇടിക്കുവോ? ഒരു ഇടി ഇത് അമ്മച്ചിക്ക് വേദനിക്കില്ല. ഒരു ഇടി ചാ മോണേ. ആരും ഉണ്ടെന്ന് അറിയത്തില്ല. രണ്ടും പറയും, ഏതെങ്കിലും മതി. ഇത് ഉറങ്ങുമോ മോണോ അറിയത്തില്ല. കൊച്ചേ
നിങ്ങൾ ആരും എൻ്റെ അനിയത്തിയുടെ മലയാളം കേട്ടിട്ടില്ലല്ലോ. അവർ മധുരയിലാണെങ്കിലും വീട്ടിൽ മലയാളം തന്നെ ആട്ടോ സംസാരിക്കുന്നത്. ചിറ്റിയും മക്കളും എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത്. പിന്നെ പഠിച്ച് വളരുന്നത് അവിടെ ആയതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് മലയാളം അറിയാം കേട്ടോ. പറയുമ്പോഴും ഒക്കെ അറിയാം, തിരിച്ച് പറയുകയും ചെയ്യും. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മമ്മി ഞാൻ നിർബന്ധിച്ച് ഇന്ന് വിളിപ്പിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണേ. അപ്പം മമ്മിയുടെ ബർത്ത്ഡേ കഴിഞ്ഞു, മാർച്ചിലായിരുന്നു. പക്ഷേ ഡേറ്റ് ഇതുവരെ ഞങ്ങളുടെ ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ വർഷവും ചോദിക്കും കേട്ടോ. അമ്മ ഒന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പറയത്തേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരെയും ബർത്ത്ഡേക്ക് ഒരുമിച്ച് എന്നാൽ കേക്ക് മുറിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിന്ന് ഒരുമിച്ചാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. ഇതിൽ ഒരാളുടെ കുറവ് നല്ല രീതിയിലുണ്ട്. ചിറ്റ ഇല്ലല്ലോ. ചിറ്റ ഇന്നലെ തന്നെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ആൾക്ക് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങ് പോയതാട്ടോ. ഇല്ലെങ്കിൽ 3 പേരെയും കൂടെ ഒരുമിച്ച് നിർത്തി കേക്കൊക്കെ മുറിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ കേക്ക് മേടിച്ചത്. 3 പേർക്കും കൂടെ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഹാപ്പി ബർത്ത്ഡേ മോംസ് എന്നൊക്കെ പറഞ്ഞ് തന്നെ എഴുതിയിരുന്നത്. പക്ഷേ ഒരാളില്ല, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ ഞങ്ങൾ 4 മക്കൾ മാത്രമേ ഉള്ളൂ. ഇനിയും മക്കളും വരെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും നിൽക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പിന്നെ സാരമില്ലെന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന രീതിയിലാട്ടോ പറഞ്ഞിരുന്നേ. ശരിക്കും അമ്മയൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. കേക്ക് അമ്മ കണ്ടിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വളകാപ്പ് ഫംഗ്ഷൻ്റെ വകയിൽ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഈ കേക്ക് മേടിക്കുന്നതെന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് വരെയും പറഞ്ഞു വെച്ചിരുന്നത്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും അത് തന്നെയായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് അമ്മ ചോദിക്കുമായിരുന്നു, കുഞ്ഞില്ലല്ലോ, മോനില്ലാതെ എങ്ങനെയാണ് പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നത്, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ കുഞ്ഞൻ ജോലിക്ക് പോയതുകൊണ്ട് തന്നെ നമുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മമ്മിക്ക് അങ്ങ് പോകണമല്ലോ, അമ്മച്ചമ്മ അവിടെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുവരെ പറ്റത്തില്ല. കുഞ്ഞനാണെങ്കിൽ 6:30 കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ. അതുവരെ ഇവിടെ നിന്നാൽ ലേറ്റ് ആവും. കുറച്ച് ദൂരം ഉണ്ടല്ലോ നമുക്ക് വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ നേരത്തെ അങ്ങ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുഞ്ഞനും സംഗിയും കൂടെ പോയി തലേന്ന് കേക്ക് മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അമ്മയ്ക്കും മമ്മിക്കും ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലല്ലോ. ചിറ്റയുടെ ഗിഫ്റ്റ് നിങ്ങൾ കണ്ടു കാണും. ചിറ്റ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഫംഗ്ഷൻ്റെ അന്ന് തന്നെ ചിറ്റയ്ക്കൊരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കും മമ്മിക്കും എടുത്ത ഡ്രസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് 2 പേർക്കും ഞാൻ ചുരിദാർ എടുത്തു കൊടുക്കുന്നത്. ഇതിന് മുന്നേ ചിറ്റയ്ക്ക് എടുത്ത് കൊടുക്കും. ചിറ്റ ചുരിദാർ ഇടും. പക്ഷേ ഇവർ 2 പേരും അമ്മ ഇട്ടിട്ടുണ്ട് നേരത്തെ, പക്ഷേ പിന്നീട് അങ്ങ് നിർത്തിയതാണ്. പിന്നെ മമ്മി ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു 2 പേരും ചുരിദാർ ഇട്ട് കാണണമെന്ന്. 2 പേർക്കും ആഗ്രഹമുണ്ട്, ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നാട്ടുകാരെന്തോ പറയും, അവരൊക്കെ അത് കളിയാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ 2 പേരും ഇടാത്തത്. അവരവരുടെ ഇഷ്ടങ്ങളല്ലേ ഡ്രസ്സൊക്കെ ഇടുന്നതും ഇടാത്തതും ഒക്കെ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പേരോടും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതെയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ മക്കളുമാർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഇവർക്ക് ചുരിദാറാണ് എടുത്ത് കൊടുക്കുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യം സാരി ആട്ടോ എടുക്കുന്നത്. അങ്ങനെ 2 പേരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതാ വന്നു. ഇച്ചിരി ഒന്ന് ലൂസ് ഉണ്ട്, ഒന്ന് ഷേപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ അമ്മമാർ ചുരിദാർ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പോയോ ഡ്രസ്സൊക്കെ നമുക്ക് മുഴിച്ച് വരുന്നതായിരുന്നു. ഞാൻ എന്തോന്ന് കേക്കട്ടെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയും പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ഇറങ്ങിയാലേ അങ്ങ് ഇരുട്ടുന്നതിന് മുന്നെങ്കിലും എത്തത്തുള്ളൂ. പിന്നെ അമ്മച്ചമ്മ അവിടെ ഒറ്റയ്ക്കാണല്ലോ. എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ തന്നെ വേറെ ആരും ഇല്ലല്ലോ എന്തെങ്കിലും എടുത്തു കൊടുക്കാനും ഒക്കെ. ഇപ്പോഴാണെങ്കിൽ കുറച്ച് വയ്യായികയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ മമ്മി ഇനി എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇനി ഇടുമോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ പേടി. അമ്മ എന്തായാലും ഇടും. പക്ഷെ മമ്മിയുടെ കാര്യം എനിക്ക് വലിയ ഉറപ്പില്ല കേട്ടോ. മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇനി ഇടാതിരിക്കുമോ എന്നുള്ളൊരു പേടിയേ ഉള്ളൂ. പിന്നെ ഇതാ മമ്മി പോകാൻ ഇറങ്ങി. അതിൻ്റെ പിറകെ സംഗിയും ജാസും കൂടെ ഒന്ന് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് പുറത്തോട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടാറ്റാ, സീ യു.